ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അരീക്കോട് എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീട്ടിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ വീടുകളിലൊന്നും ഈ വർക്ക് ഞാൻ കണ്ടിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന വീടുകളിൽ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള വർക്കൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് സംഭവം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സുഹൃത്തുക്കളെ, ഈ കാണുന്ന വീട്ടിലാണ് ഞാൻ പറഞ്ഞ വർക്ക് നടക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പണിയൊക്കെ നടക്കുന്ന ഒരു വീടാണിത്. ഞാൻ പറഞ്ഞ വർക്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നത് ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നുമല്ല. ഈ കാണുന്നത് ഒറിജിനല് മരത്തിൻ്റെ പലകയാണ്. ഇത് ചീനി മരത്തിൻ്റെ പലകയാണ് ഈ നിലത്ത് ഇട്ടിട്ടുള്ളത്. ഇത് ഫെവിക്കോള് പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ് ഈ ചീനിയുടെ പലക. ഇത് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ. നാലിഞ്ച് വീതിയിൽ 10, 15, 20 ഇഞ്ച് നീളത്തിലൊക്കെ ആയിട്ട് പല നീളത്തിലുമാണ് ഈ ചീനിയുടെ പലക മുറിച്ചെടുത്തിരിക്കുന്നത്. വർക്ക് നടക്കുന്നത് കൊണ്ട് ആകെ മരത്തിൻ്റെ പൊടിയാണ്. രണ്ടാം നിലയിലോട്ട് കയറി പോവുകയാണ്. മുകൾ വശത്തും ഇതുപോലെ മരത്തിൻ്റെ പലക വിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇനി പുട്ടിയിട്ട് പോളിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ലെവലൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കനത്തിനൊക്കെ മാറ്റമുണ്ട്. ഇതൊക്കെ ഇനി കനമൊക്കെ അത്യാവശ്യം ലെവൽ ചെയ്തെടുക്കാനും ഒക്കെ ഉണ്ട്. ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം പുട്ടിയൊക്കെ ഇട്ട് നന്നായി പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം വേണം പോളിഷ് ചെയ്യാൻ. ഈ കാണുന്നത് മൊത്തം ചീനി മരത്തിൻ്റെ പലകയാണ്. ടൈൽസും മാർബിളും ഒക്കെ നിലത്ത് ഇടുന്നതിനേക്കാൾ പണിയാണ് ഇത് നിലത്ത് ഇടാൻ. ടൈൽസും ഒക്കെ ഇടുന്നതിനേക്കാൾ പൈസയും കൂടുതലാണ് കേട്ടോ.
ഇങ്ങനെ നിലത്തെ മരമൊക്കെ വിരിക്കുന്നതിന്. ഞാനിങ്ങനെയുള്ള വർക്ക് ഒന്നോ രണ്ടോ വീട്ടിൽ കുറെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.